അപ്പോഴേ നമുക്കിന്ന് എളുപ്പത്തിലൊരു മത്തങ്ങ കറി അല്ലെങ്കിൽ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കിയാലോ. വൻപയർ കുക്കറിലിട്ട് 2 വിസിൽ കേൾപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഈ വലിപ്പത്തിൽ അരിഞ്ഞ മത്തങ്ങ കഷ്ണങ്ങൾ ഇടുക, അല്പം മഞ്ഞൾപ്പൊടി ഇടുക, ഒരു ചെറിയ അളവിൽ മുളക് പൊടി ഇടണം. എന്നിട്ട് നമ്മൾ വീണ്ടും കുക്കർ അടയ്ക്കുന്നു, ഒരു 2 വിസിൽ കേൾപ്പിക്കുക. ഉപ്പിടണം കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. പാകത്തിന് ഉപ്പ് ഇടുക. അതിനുശേഷം കുക്കർ അടച്ചു, 2 വിസിൽ കേൾപ്പിക്കുന്നു. ഈ സമയത്ത് നമുക്ക് കുറച്ച് സാധനം അരച്ചെടുക്കാനുണ്ട്. ഒരു പച്ചമുളക്, അല്പം ചുമന്നുള്ളി, വെളുത്തുള്ളി, ജീരകം, ഇവ ഇത്രയും എടുത്ത് അല്പം തേങ്ങ തിരുമുക. അതിലേക്ക് ഇതിവിടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരച്ചെടുത്ത ഈ മിശ്രിതം നമുക്ക് നേരത്തെ വേവിക്കാൻ വെച്ചിരിക്കുന്ന മത്തങ്ങ കഷ്ണമില്ലേ, അതിപ്പോൾ വെന്ത് പരുവമായിട്ടുണ്ട്. അതിൻ്റെ ആവിയൊക്കെ കളഞ്ഞതിന് ശേഷം ഈ അരപ്പ് നമ്മൾ കണ്ട ഈ പരുവത്തിലെ അരപ്പാണ്. അത് നമ്മൾ അതിലേക്ക് തന്നെ ആ മത്തങ്ങ വെന്തതിലേക്ക് നമ്മൾ ചേർക്കുന്നു. ചേർത്തതിന് ശേഷം ചെറിയ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെറിയ തീയിലേ അത് വേവിക്കാവൂ കേട്ടോ. അപ്പം ഈ അരച്ചതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറണ്ടേ, അപ്പോൾ അതിന് നമ്മൾ ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ അരപ്പെല്ലാം ഇട്ടിട്ടുണ്ട്. ഇട്ടതിന് ശേഷം നമ്മൾ ചെറിയ ഫ്ലെയിമിൽ അത് അടുപ്പിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേറെ കുറച്ച് പരിപാടികൾ കൂടിയുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് അല്പം വെള്ളമായിട്ട് ഇത് തോന്നുമെങ്കിലും ഇത് നന്നായിട്ട് കുറുകും കേട്ടോ പിന്നീട്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി നീട്ടി വെച്ചാലും പ്രശ്നമൊന്നുമില്ല. കടുക് വറക്കുന്നു, വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ അതിനകത്തേക്ക് നമ്മൾ കരിയാപ്പല ഇട്ടിട്ടുണ്ട്, കടുക് ആദ്യമേ ആഡ് ചെയ്തു, പൊട്ടി. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടുന്നത് കുറച്ച് തേങ്ങ തിരുമ്മിയത് കൂടി ചേർക്കണം. ചേർത്ത് നമ്മളിത് ഇങ്ങനെ വറക്കണം. അപ്പം നമ്മളിപ്പോൾ ഇതൊക്കെ ഫ്ലെയിം കുറച്ചാണ് ചെയ്യേണ്ടത് കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷമാണ് തേങ്ങ ഇട്ടിങ്ങനെ നമ്മൾ ചെയ്യേണ്ടുന്നത്. എണ്ണയ്ക്കകത്തായതുകൊണ്ട് തേങ്ങ പെട്ടെന്ന് വറന്ന് കിട്ടും. വെളിച്ചെണ്ണയിലാണ് കടുക് വറക്കുന്നത്, അതാണ് ഇങ്ങനത്തെ എരിശ്ശേരിക്കൊക്കെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മളിത് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. ഇതൊരു ബ്രൗൺ കളറാവണം. അതിന് ശേഷം നമ്മൾ മുമ്പേ വേവിച്ച് വെച്ചിട്ടുള്ള ആ മത്തങ്ങയില്ലേ, അതിലേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മൾ കാണുന്ന പോലെയൊന്നും അല്ല. 2 അടുപ്പ് എന്തായാലും നമ്മൾ ഗ്യാസ് സ്റ്റവിലുണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളത്. അതിലേക്ക് തന്നെ തട്ടുക. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതൊരു വലിയ ചിലർ പറയൂ അതോ എങ്ങനെ വെക്കും. ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മൾ പല കറികളും അങ്ങനെയാണ്. നമ്മൾ ട്രൈ ചെയ്യുക. നമ്മൾ ട്രൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ അത് ചില കുറുക്ക് വഴികളൊക്കെ കിട്ടും. അപ്പോൾ പാചകം ഈസിയാവും. ആരും ഇതൊന്നും പഠിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നമ്മുടെ ഒരു യുക്തി കൊണ്ടൊക്കെ ചെയ്തെടുക്കാവുന്ന ഒന്നാണ്. പാചകം ഒരു കലയാണെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? സത്യമാണ് കേട്ടോ. നമുക്ക് ഇച്ചിരി താല്പര്യം കൂടി ഉണ്ടെങ്കിൽ, ഇച്ചിരി ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധനവും നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളത്. നോക്കിക്കേ, നമ്മുടെ മത്തങ്ങ കറി അല്ലെങ്കിൽ മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ ചോറിലൊഴിച്ച് കഴിക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കാരണം നമ്മൾ എരി കുറച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. മത്തങ്ങയും പയറും അടാർ കോമ്പിനേഷനാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത്